എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇന്ദു. ഇന്ന് നമുക്ക് ചക്ക പക്കോട ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്ക നീളത്തിൽ അരിഞ്ഞത്, മൈദ, കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്ന ഒരു മസാലയാണ്. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുരുമുളകും പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മസാല ഇതാ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. ചക്ക ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചക്ക പറക്കിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ചെറിയ ചൂടോട് കൂടി ടൊമാറ്റോ സോസ് മുക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ്.